ടൂറിസം രംഗത്ത് വയനാടിന്റെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ എയർ റെയിൽ കണക്ടിവിറ്റി അനിവാര്യമാണെന്ന് MDC പ്രസിഡന്റ് ഷെവലിയാർ സി ചാക്കുണ്ണി. സുൽത്താൻ ബത്തേരിയിൽ മൈസൂർ ട്രാവൽസിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുൽത്താൻ ബത്തേരിയിൽ മൈസൂരു ട്രാവൽസിന്റെ പുതിയ ഓഫീസ് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ അധ്യക്ഷൻ ഷെവലിയാർ സി ചാക്കുണ്ണി ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖല തകർന്നതോടെ വയനാട് പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്നത് ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലയിലാണെന്നും അതിലൂടെ മാത്രമേ വയനാട്ടിലെ സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കാൻ കഴിയുകയുള്ളൂവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വയനാട്ടിലേക്ക് ദേശീയ അന്തർദേശീയ ടൂറിസ്റ്റുകൾക്ക് സുഗമമായി എത്തിച്ചേരാൻ എയർ സ്ട്രിപ്പ്, നഞ്ചൻകോട് നിലമ്പൂർ റെയിൽവേ തുടങ്ങിയവ അനിവാര്യമാണെന്നും ഇതിനായി മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ വയനാട്ടിലെ ബന്ധപ്പെട്ട സംഘടനകളുമായി സഹകരിച്ച് ശ്രമിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. ടൂറിസം രംഗത്ത് വയനാട്ടിൽ മുതലിറക്കുന്നതിന് കൂടുതൽ സംരംഭകർ രംഗത്ത് വരണമെന്നും മൈസൂരു ട്രാവൽസിന്റെ പുതിയ ശാഖ ആരംഭിച്ചത് ഇതിനുള്ള തുടക്കമാകട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. ചടങ്ങിൽ സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ചെയർമാൻ TK രമേശ്, വൈസ് ചെയർപേഴ്സൺ LC പൗലോസ്, വയനാട് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് പ്രസിഡന്റ് ജോണി പാറ്റാനി, സുൽത്താൻ ബത്തേരി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PY മത്തായി, വിനയകുമാർ അഴീപ്പുറത്ത് തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വ്യാപാര രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. മൈസൂരു ട്രാവൽസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മലേഷ്യ, ലക്ഷദ്വീപ് ടൂർ പാക്കേജുകൾക്ക് പ്രത്യേക ഇളവുകൾ ഉണ്ടായിരിക്കുമെന്നും ജനറൽ മാനേജർ അബ്ദുറസാഖ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.